അനന്തകൃഷ്ണനുമായി ബന്ധമില്ലെന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവിയുടെ വാദങ്ങൾ തെറ്റെന്ന് രേഖകൾ. ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകൾ റിപ്പോർട്ടറിന്. 2 വർഷത്തോളം പ്രമീളാദേവി ഡയറക്ടറായി തുടർന്നു. 2021 മാർച്ച് 10 പ്രമീളാദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ പകരം ഡയറക്ടറാക്കി. അനന്തകൃഷ്ണനുമായി പൊതുപരിപാടിയിൽ കണ്ട പരിചയമെന്നായിരുന്നു പ്രമീളാദേവിയുടെ വാദം. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ജെ പ്രമീളാദേവി അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? സുജയ, സ്വാഭാവികമായും അടുത്ത ബന്ധത്തിൽ ആയിരുന്നു ഇവർ തമ്മിൽ എന്ന കാര്യം വ്യക്തമാണ്. അതല്ലെങ്കിൽ അത്തരം സൗഹൃദങ്ങൾ ഇല്ലെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നതിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ല. 2019 ഡിസംബർ 20 ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അനന്തകൃഷ്ണനും ജെ പ്രമീളാദേവിയും ചേർന്ന് ഒരുമിച്ച് രൂപീകരിച്ചത്. 2021 മാർച്ച് 10 വരെ പ്രമീളാദേവി കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു. മാർച്ച് 10 പ്രമീളാദേവി രാജിവെക്കുന്നുണ്ട്. പക്ഷേ ആ മാർച്ച് 10 തന്നെ പ്രമീളാദേവിയുടെ മകളായ ദേവി പ്രമീള ലക്ഷ്മിയെ ഇതിന്റെ ഡയറക്ടറായി നിയമിക്കുന്നു. അതായത് പ്രമീളാദേവി രാജിവെക്കുന്നു, പകരം അതിലേക്ക് മകളെ ഡയറക്ടറായി നിയമിക്കുന്നു. ഒപ്പം ആ ദിവസം തന്നെ തൃശൂർ സ്വദേശിയായ അമ്പാട്ട് മുകുന്ദൻ എന്ന ഒരാളും കൂടി ഡയറക്ടറായി വരുന്നുണ്ട്. പ്രമീളാദേവിയുടെ മകൾക്കൊപ്പം ആ ദിവസം ഇദ്ദേഹവും എത്തുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം പ്രമീളാദേവിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഡയറക്ടർ ആയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അനന്തകൃഷ്ണനും ഈ പ്രമീളാദേവിയുടെ മകൾക്കും പുറമെ ഈ അമ്പാട്ട് മുകുന്ദനും ഒപ്പം ശോഭന എന്ന് പറയുന്ന ഒരു ഡയറക്ടറും ഇപ്പോഴും ആ കമ്പനിയിൽ ഉണ്ട്. സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ജെ പ്രമീളാദേവി നേരത്തെ നടത്തിയ വാദങ്ങളൊക്കെ പൊളിയുകയാണ്.